എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഏപ്രിൽ 2020 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് ബി 2020 ഏപ്രിൽ മാസത്തിൽ നടന്ന ഡിപ്ലോമ എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1ലെ പാർട്ട് ബി എന്ന് പറയുന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പാർട്ട് ബിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം ഉത്തരം എഴുതിയാൽ മതിയാകും. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വീതം, 5 ക്വസ്റ്റ്യന് 30 മാർക്കാണ് ഈ പാർട്ട് ബി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan 75 degree without using tables and show that tan 75 degree plus cot 75 degree equal to 4. ഏറ്റവും ആദ്യം tan 75 degree കണ്ടുപിടിക്കാം. നമുക്കറിയാം 75 degree equal to 45 degree plus 30 degree. Then tan 75 degree equal to tan 45 degree plus 30 degree. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് tan a plus b ഈക്വൽ ടു tan a plus tan b divided by 1 minus tan a tan b. Here a equal to 45 degree and b equal to 30 degree. Then tan 45 degree plus 30 degree equal to tan 45 degree plus tan 30 degree divided by 1 minus tan 45 degree into tan 30 degree. And we know that tan 45 degree equal to 1 and tan 30 degree equal to 1 by root 3. Substituting these values, we will get 1 plus 1 by root 3 divided by 1 minus 1 into 1 by root 3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ എന്നുള്ളത് √3 + 1 ഓൾ ഡിവൈഡഡ് ബൈ √3 എന്നും ഡിനോമിനേറ്റർ √3 - 1 ഡിവൈഡഡ് ബൈ √3 എന്നുമായി മാറുന്നതാണ്. ഇപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ടേംസിലും √3 എന്നുള്ളത് ഡിനോമിനേറ്റേഴ്സിൽ വരുന്നുണ്ട്. നമുക്കത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ tan 75 degree ഈക്വൽ ടു √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1. നമുക്കറിയാം cot θ ഈക്വൽ ടു 1 by tan θ. Then cot 75 degree equal to 1 by tan 75 degree, which is equal to √3 - 1 divided by √3 + 1. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് tan 75 degree plus cot 75 degree. അപ്പോൾ നമുക്കറിയാം tan 75 ഡിഗ്രിയുടെ വാല്യൂ അറിയാം. ഇപ്പോൾ cot 75 degree അറിയാം. Substituting these two values, then we will get √3 + 1 divided by √3 - 1 plus √3 - 1 divided by √3 + 1. അടുത്തതായി നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. Then √3 + 1 into √3 + 1 plus √3 - 1 into √3 - 1 all divided by √3 + 1 into √3 - 1 equal to ഫസ്റ്റ് ടേമിലെ ഓരോ ടേംസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ടേമിലും ഓരോ ടേമുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. Then the numerator will becomes 3 plus √3 plus √3 plus 1 plus 3 minus √3 minus √3 plus 1.
ഇനി ഡിനോമിനേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ √3 + 1 ഇൻറ്റു √3 - 1. നമുക്കറിയാവുന്ന ഒരു ഫോർമുലയാണ് a + b ഇൻറ്റു a - b ഈക്വൽ ടു a² - b². അതുപോലെ √3 + 1 ഇൻറ്റു √3 - 1 ഈക്വൽ ടു √3² - 1². നമുക്കറിയാം √3² എന്ന് പറയുകയാണെങ്കിൽ 3ഉം 1² എന്ന് പറയുകയാണെങ്കിൽ 1ഉമാണ്. ദെൻ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 - 1 ആയി മാറുന്നു. ന്യൂമറേറ്റേഴ്സിലെ കുറേ ടേമുകൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 3 - 1 ഈക്വൽ ടു 2. ദെൻ 8/2 ഈക്വൽ ടു 4. അതായത് tan 75 ഡിഗ്രി പ്ലസ് cot 75 ഡിഗ്രി ഈക്വൽ ടു 4. ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉപയോഗിക്കുന്ന ഫോർമുലാസ് tan a + b ഈക്വൽ ടു tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b. രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് cot θ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ tan θ. Next problem. Prove that cos 20 into cos 40 into cos 60 into cos 80 equal to 1/16. ഏറ്റവും ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. cos 20 into cos 40 into cos 60 into cos 80. ആൻഡ് നമുക്കറിയാം വാല്യൂ ഓഫ് cos 60 ഈസ് 1/2. അങ്ങനെയാണെങ്കിൽ ആ 1/2 cos 60ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു cos 20 ഇൻറ്റു cos 40 ഇൻറ്റു cos 80 ഈക്വൽ ടു 1/2 ഇൻറ്റു cos 20 ഇൻറ്റു cos 40 മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. cos a cos b ഈക്വൽ ടു cos a + b plus cos a - b all divided by 2. ആ ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ a ഈക്വൽ ടു 20 ഡിഗ്രി ആൻഡ് b ഈക്വൽ ടു 40 ഡിഗ്രി. ദെൻ cos 20 ഡിഗ്രി ഇൻറ്റു cos 40 ഡിഗ്രി ഈക്വൽ ടു cos 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് cos 20 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി all divided by 2 ഇൻറ്റു cos 80 ഡിഗ്രി. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 ഇൻറ്റു 1/2 എന്നുള്ളത് 1/4 ആയി മാറുന്നു. 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി മീൻസ് 60 ഡിഗ്രി. ദെൻ ഫസ്റ്റ് ടേം വിൽ ബി cos 60 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ മൈനസ് 20 ഡിഗ്രി. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് cos -20 ഡിഗ്രി ഇൻറ്റു cos 80 ഡിഗ്രി. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് cos -θ ഈക്വൽ ടു cos θ. അതുപോലെ cos -20 ഡിഗ്രി ഈക്വൽ ടു cos 20 ഡിഗ്രി. Then our equation becomes 1/4 into cos 60 degree plus cos 20 degree into cos 80 degree. ഇനി നമുക്ക് cos 60 ഡിഗ്രിക്ക് പകരം cos 60യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We know that cos 60 equal to 1/2. Then 1/4 into 1/2 into cos 80 degree plus cos 20 degree into cos 80 degree. ഇതിൽ രണ്ടാമത്തെ ടേം അതായത് cos 20 ഡിഗ്രി ഇൻറ്റു cos 80 ഡിഗ്രിയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല ഒന്നുകൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം cos a cos b ഈക്വൽ ടു cos a + b plus cos a - b all divided by 2. ഇവിടെ a ഈക്വൽ ടു 20 ഡിഗ്രി ആൻഡ് b ഈക്വൽ ടു 80 ഡിഗ്രി. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് cos 20 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി പ്ലസ് cos 20 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി all divided by 2. നമുക്കറിയാം 20 പ്ലസ് 80 എന്ന് പറയുന്നത് 100 ആണ്. 20 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്ന് പറയുന്നത് -60 ഡിഗ്രി. ദെൻ ദാറ്റ് ലൈൻ
equal to 1 by 4 into 1 by 2 into cos 80 degree plus cos 100 degree plus cos minus 60 degree divided by 2. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടെയും അതേ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോസ് മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു കോസ് 60 ഡിഗ്രി. ദെൻ ഈക്വൽ ടു 1 by 4 into 1 by 2 into cos 80 degree plus cos 100 degree plus cos 60 degree divided by 2, which is equal to 1 by 4 into first term അങ്ങനെ തന്നെ എഴുതാം, അതായത് 1 by 2 into cos 80 degree plus 1 by 2 into cos 100 degree plus 1 by 2 into cos 60 degree. നമുക്കറിയാവുന്ന ഫോർമുലയാണ് വാല്യൂ ഓഫ് cos 60 degree is 1 by 2. Now substituting this, we will get 1 by 4 into 1 by 2 into cos 80 degree plus 1 by 2 into cos 100 degree plus 1 by 2, which is equal to 1 by 4 into 1 by 2 into cos 80 degree plus 1 by 2 into cos 100 degree plus 1 by 4. ഇനി രണ്ടാമത്തെ ടേമായ 1 by 2 into cos 100 ഡിഗ്രിയെ നമുക്ക് 1 by 2 into cos 180 minus 80 എന്ന് എഴുതാം. 180 എന്ന് പറയുന്നത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. അതായത് രണ്ടാമത്തെ ടേമിലെ 180യെ നമുക്ക് 2 into 90 എന്ന് എഴുതാം. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ cos 180 മൈനസ് 80 ഡിഗ്രി എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് cos 80 ഡിഗ്രി തന്നെ ആയിരിക്കും. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ് 180. അതുകൊണ്ട് cos 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്ന് പറയുന്നത് cos 80 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ആ ടേമിൻ്റെ സൈൻ അറിയുന്നതിന് വേണ്ടി നമുക്കറിയാം 100 ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കോസ് 80 ഡിഗ്രി എന്നെഴുതാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം 100 ഡിഗ്രിയെ നമ്മൾ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്നാക്കി മാറ്റി. 180 എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോസ് 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഈക്വൽ ടു കോസ് 80 ഡിഗ്രി. രണ്ടാമത്തെ കാര്യം, 100 ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കൊസൈൻ ഫംഗ്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ടും നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ നെഗറ്റീവ് സൈൻ കൂടി ചേർക്കാം. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 1 by 2 കോസ് 80 ഡിഗ്രി ആയി മാറുന്നു. ദെൻ 1 by 4 into 1 by 2 into cos 80 ഡിഗ്രി മൈനസ് 1 by 2 into cos 80 ഡിഗ്രി പ്ലസ് 1 by 4. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ടേംസുകൾ ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും. ദെൻ 1 by 4 into 1 by 4 which is equal to 1 by 16. ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് cos A cos B ഈക്വൽ ടു cos A plus B plus cos A minus B all divided by 2. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റയാണെങ്കിൽ ന്യൂമറിക്കലി ഈക്വൽ ടു സെയിം ഫംഗ്ഷൻ ഇഫ് n ഈസ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90
that is n is an even number. അതുപോലെ തന്നെ അതിൻ്റെ കോ ഫങ്ഷൻ ആയിരിക്കും if n is odd number. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് വാല്യൂസ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഫങ്ഷനും കൊസീക്ക് ഫങ്ഷനും പോസിറ്റീവ് വാല്യൂസ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ തീറ്റയും കോട്ട് തീറ്റയും പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് തീറ്റയും സീക്ക് തീറ്റയും പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇഫ് tan A equal to m by m plus 1, tan B equal to 1 by 2m plus 1, A and B are acute angles, prove that A plus B equal to 45 degree. Then given tan A equal to m by m plus 1 and tan B equal to 1 divided by 2m plus 1. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് tan A plus B equal to tan A plus tan B divided by 1 minus tan A tan B. നമുക്ക് tan Aയുടെയും tan Bയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ m by m plus 1 plus 1 by 2m plus 1 all divided by 1 minus m by m plus 1 into 1 by 2m plus 1. tan Aയുടെയും tan Bയുടെയും വാല്യൂസ് നമ്മൾ tan A plus B equal to tan A plus tan B divided by 1 minus tan A tan B എന്ന ഫോമുലയിൽ അപ്ലൈ ചെയ്തു. അടുത്തതായി ന്യൂമറേറ്ററിൽ മാത്രം നമ്മൾ LCM കണ്ടുപിടിക്കുന്നു. LCM കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ന്യൂമറേറ്ററിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു. ദെൻ ന്യൂമറേറ്റർ എന്നത് m ഇൻറ്റു 2m പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു m പ്ലസ് 1 ഡിവൈഡഡ് ബൈ m പ്ലസ് 1 ഇൻറ്റു 2m പ്ലസ് 1 എന്നായി മാറുന്നു. അടുത്തതായി ഡിനോമിനേറ്ററിൽ മാത്രം LCM കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് m പ്ലസ് 1 ഇൻറ്റു 2m പ്ലസ് 1 മൈനസ് m ഓൾ ഡിവൈഡഡ് ബൈ m പ്ലസ് 1 ഇൻറ്റു 2m പ്ലസ് 1. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ we will get m ഇൻറ്റു 2m പ്ലസ് 1 പ്ലസ് m പ്ലസ് 1 all divided by m plus 1 into 2m plus 1 minus m. എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 2m സ്ക്വയർ പ്ലസ് m പ്ലസ് m പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2m സ്ക്വയർ പ്ലസ് m പ്ലസ് 2m പ്ലസ് 1 മൈനസ് m which is equal to 2m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 divided by 2m square plus 2m plus 1. ഇപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അവ ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. then which is equal to 1. അതായത് tan A plus B equal to 1. ഇക്വേഷൻ നമ്പർ 1. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് tan 45 ഡിഗ്രി ഈക്വൽ ടു 1. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് രേഖപ്പെടുത്താം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ we will get tan A plus B equal to tan 45 degree. അതിൽ നിന്നും A plus B equal to 45 degree എന്ന് എഴുതാവുന്നതാണ്. ഈ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് tan A plus B equal to tan A plus tan B divided by 1 minus tan A tan B. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല
tan 45 degree equal to 1. Next problem. Solve triangle ABC given A equal to 35 degree, B equal to 68 degree and C equal to 25 centimeter. നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ സോൾവ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 3 സൈഡുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എ ഈക്വൽ ടു 35 ഡിഗ്രി ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു 68 ഡിഗ്രി. നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 degree. Then we have C equal to 180 degree minus A plus B equal to 180 degree minus 35 degree plus 68 degree equal to 77 degree. നമുക്കപ്പോൾ 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് സൈഡുകളും കൂടിയാണ്. നമുക്കറിയാം സൈൻ റൂൾ എന്ന് പറയുകയാണെങ്കിൽ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു 2 ഇൻറ്റു ആർ. അതിൽ നിന്നും എ ബൈ സൈൻ എ ഈക്വൽ ടു സി ബൈ സൈൻ എ, എ ഈക്വൽ ടു 35 ഡിഗ്രിയാണ്, ബി ഈക്വൽ ടു 68 ഡിഗ്രി ആൻഡ് സി ഈക്വൽ ടു 77 ഡിഗ്രി. അതുപോലെ തന്നെ ഒരു വശം സി ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we will get a by sin 35 degree equal to 25 divided by sin 77 degree. അതിൽ നിന്നും a equal to 25 into sin 35 divided by sin 77 which is equal to 14.71 centimeter. ഇതുപോലെ സൈൻ റൂളിൽ നിന്നു തന്നെ b by sin b equal to C by sin C implies B divided by sin 68 equal to 25 divided by sin 77 implies B equal to 25 into sin 68 divided by sin 77 equal to 23.78. അപ്പം നമുക്കിപ്പോൾ 3 ആംഗിൾസും 3 സൈഡുകളും കിട്ടിക്കഴിഞ്ഞു. നോട്ട് ദി പോയിന്റ്, സൈൻ റൂൾ എന്ന് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ എ ബി സി എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു 2r. ഇവിടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള എ ബി സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ബി സി എന്ന് പറയുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളുമാണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഡിഫറൻഷിയേറ്റ് cos x by the method of first principles. Let delta x be a small increment in x and delta y be the corresponding increment in y. Cos x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി let y equal to cos x, then y plus delta y equal to cos x plus delta x, then delta y equal to cos x plus delta x
minus y, which is equal to cos x plus delta x minus cos x. നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് കോസ് സി മൈനസ് കോസ് ഡി ഈക്വൽ ടു മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഹിയർ സി ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് ഡി ഈക്വൽ ടു എക്സ്. ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ cos x plus delta x minus cos x equal to minus 2 into sin x plus delta x plus x by 2 into sin x plus delta x minus x by equal to minus 2 into sin 2x plus delta x by 2 into sin delta x by 2 equal to minus 2 into sin x plus delta x by 2 into sin delta x by 2. അടുത്തതായി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുന്നു. ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അടുത്തതായി നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം സൈൻ എന്ന് പറയുന്ന ആംഗിൾ ഡെൽറ്റ എക്സ് ബൈ 2 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് ബൈ 2 ആക്കുന്നതിന് വേണ്ടി ഡിനോമിനേറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ചെയ്യുന്ന 2 കൊണ്ട് ന്യൂമറേറ്ററിലെ 2മായി ക്യാൻസൽ ചെയ്യുന്നു. ദെൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ 2. അടുത്തതായി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു limit delta x tends to 0 minus sin x plus delta x by 2 into sin delta x by 2 divided by delta x by 2, which is equal to limit delta x tends to 0 minus sin x plus delta x by 2 into sin delta x by 2 divided by delta x by 2. ഇനി നമ്മൾ ലിമിറ്റിൻ്റെ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് യു ഇൻറ്റു വി ഈക്വൽ ടു ലിമിറ്റ് യു ഇൻറ്റു ലിമിറ്റ് വി. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു limit delta x tends to 0 sin delta x by 2 divided by delta x by 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ 2 ടെൻസ് ടു 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രോഡക്റ്റിൻ്റെ രണ്ടാമത്തെ ടേമിൽ ഡെൽറ്റ എക്സ് ബൈ 2 ടെൻസ് ടു 0 എന്ന് എഴുതിയത്. ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. അതിൻ്റെ വാല്യൂ 1 ആണ് ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് പ്രകാരം. അതുപോലെ തന്നെ ആദ്യത്തെ ടേമിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 then we will get minus sin x into 1 which is equal to minus sin x. അതായത് d by dx of cos x equal to minus sin x. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ് എന്ന് പറയുന്നത് കോസ് സി മൈനസ് കോസ് ഡി ഈക്വൽ ടു മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2
ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ ടു. രണ്ടാമത്തെ കാര്യം, ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ലിമിറ്റിൻ്റെ ഒരു തിയറം കൂടി അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് യു ഇൻറ്റു വി ഈക്വൽ ടു ലിമിറ്റ് യു ഇൻറ്റു ലിമിറ്റ് വി. അങ്ങനെ നമുക്ക് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് dy by dx if x cube plus y cube equal to 3axy. Now given x cube plus y cube equal to 3axy. തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അതായത് എക്സിൻ്റെയും വൈൻ്റെയും ഒരു മിക്സ്ചറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. ദെൻ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു dy/dx ഈക്വൽ ടു വലതുഭാഗത്ത് 3a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ എക്സ് ഇൻറ്റു വൈ, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം d/dx ഓഫ് u ഇൻറ്റു വി ഈക്വൽ ടു u ഇൻറ്റു d/dx ഓഫ് v പ്ലസ് v ഇൻറ്റു d/dx ഓഫ് u. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈയുമാണ്. വലതുഭാഗത്ത് 3a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറ്റി നിർത്തുന്നു. ദെൻ എക്സ് ഇൻറ്റു dy/dx പ്ലസ് y. Then 3x² plus 3y² into dy/dx equal to 3a കൊണ്ട് ഓരോ ടേമിനെയും വലതുഭാഗത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ 3a ഇൻറ്റു എക്സ് ഇൻറ്റു dy/dx പ്ലസ് 3a ഇൻറ്റു y. അടുത്തതായി dy/dx ഉള്ള ടേമുകളെ ഇടതുഭാഗത്തും ബാക്കിയുള്ള ടേംസിനെ വലതുഭാഗത്തും കൊണ്ടുവരുന്നു. Then 3y² into dy/dx minus 3ax into dy/dx equal to 3ay minus 3x² implies 3y² minus 3ax into dy/dx equal to 3ay minus 3x² implies dy/dx equal to 3ay minus 3x² divided by 3y² minus 3ax. ന്യൂമറേറ്ററിലും 3 എന്ന് പറയുന്നത് രണ്ട് ടേമിലും കോമൺ ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലെ രണ്ട് ടേമിലും 3 എന്ന് പറയുന്നത് ഒരു കോമൺ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 3കളെ തമ്മിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. Then dy/dx equal to ay minus x² divided by y² minus ax. Note the point. തന്നിരിക്കുന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് തന്ന ഇക്വേഷനെ, തന്ന ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയി നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യാം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. Next problem. Find the equation of the tangent and normal to the curve y equal to 3x² minus 1 at 211. ആദ്യമായി നമുക്ക് തന്നിരിക്കുന്ന കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഈക്വൽ ടു dy/dx ഈക്വൽ ടു 6x.
ഈക്വൽ ടു 12 അറ്റ് 2, 11. അതായത് കർവ് തന്നിട്ടുണ്ട് y ഈക്വൽ ടു 3x² മൈനസ് 1. ആദ്യമായി dy ബൈ dx കണ്ടുപിടിക്കുന്നു. 6x കിട്ടി. dy ബൈ dx അറ്റ് 2, 11 അതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. ദെൻ 6x അറ്റ് 2, 11 അതായത് എക്സിന് പകരം 2 ആൻഡ് വൈക്ക് പകരം 11. ദെൻ 6x ഈക്വൽ ടു 12. നൗ സ്ലോപ്പ് ഓഫ് ദി നോർമൽ, നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഈക്വൽ ടു dy ബൈ dx അറ്റ് ദി പോയിന്റ്. Slope of the normal equal to minus 1 divided by dy by dx at the point. Then slope of the normal equal to minus 1 divided by 12. Now equation of the tangent is y minus y1 equal to dy by dx into x minus x1. Here x1 equal to 2 and y1 equal to 11. Then equation of the tangent is y minus 11 equal to 12 into x minus 2. That is y minus 11 equal to 12x minus 24. Implies 12x minus y minus 13 equal to 0. Then equation of the tangent is 12x minus y minus 13 equal to 0. Next we have to find the equation of the normal. Then equation of the normal is y minus y1 equal to minus 1 divided by dy by dx into x minus x1. Substituting our values, we will get y minus 11 equal to minus 1 by 12 into x minus 2 implies 12 into y minus 11 equal to minus 1 into x minus 2 implies 12y minus 132 equal to minus x plus 2 implies x plus 12y minus 134 equal to 0. That is, equation of the normal is x plus 12y minus 134 equal to 0. Note the point. ഈ പ്രോബ്ലത്തിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നത് dy by dx. സ്ലോപ്പ് ഓഫ് ദി നോർമൽ minus 1 by dy by dx. Equation of the tangent is y minus y1 equal to dy by dx into x minus x1. And equation of the normal is y minus y1 equal to 1 divided by dy by dx into x minus x1.